ഓർക്കടോ മാരുത പുത്രഭഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായതും. ഈ ശ്ലോകം തന്നെ സംസ്കൃതത്തിൽ വായിച്ചതേ ഉള്ളൂ കേട്ടോ. ആ ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയെയും നമുക്കൊന്ന് പറഞ്ഞിട്ട് വേണമല്ലോ നിർത്താൻ. അതുകൊണ്ട് തന്നെ വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാമചന്ദ്രപുരനെ ഓർത്തുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ ദിവസവും നമ്മൾ രാമകഥകൾ കേൾക്കുകയാണ്. രാമകഥ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള ഭവപാപങ്ങളെ മുഴുവൻ നശിപ്പിച്ച് നമുക്ക് പുണ്യം തരുന്ന ഭഗവത് കഥകൾ. അത് കാതിലൂടെ വരുമ്പോ തന്നെ ഉള്ളിലുള്ള കന്മഷങ്ങളൊക്കെ പോകുന്നവർ. ഞാൻ എപ്പോഴും പറയും ഭവബീജാനം ഭർജനം എന്ന്. സംസാരമാകുന്ന വിത്തിനെ വറുത്ത് കളഞ്ഞേക്കും. വറുത്ത വിത്ത് പിന്നെ മുളക്കില്ലല്ലോ. അതുകൊണ്ട് രാമനാമം കൊണ്ട് സംസാരമാകുന്ന വിത്ത് നശിച്ചു പോകുകയാണ്. പിന്നെയോ അങ്ങനെ ഇരുന്നു സംസാരം എല്ലാവരും സംസാരത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല. അർജനം സുഖസമ്പദാം, എല്ലാവർക്കും സുഖവും സമ്പത്തും വാരി വാരി കൊടുക്കുന്ന ഭഗവാൻ. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാമെന്ന്. എല്ലാ സമ്പത്ത് വെച്ചാൽ പണം മാത്രമല്ല, പുത്രസമ്പത്തുണ്ട്, ധാന്യസമ്പത്തുണ്ട്, വിദ്യയാകുന്ന സമ്പത്തുണ്ട്. അവനവന് എന്താണോ വേണ്ടത് ആഗ്രഹിക്കുന്ന എല്ലാ സമ്പത്തും നൽകുന്ന ശ്രീരാമചന്ദ്ര പ്രഭു. പിന്നെയോ തർജനം യമദൂദാനം. എല്ലാവർക്കും അവസാനത്തെ കാലത്തിനെ കുറിച്ചൊരു പേടിയാണ് അല്ലേ? എങ്ങനെ ഇരിക്കുവോ, എങ്ങനെ വരും? അതിഭീഷണ കടുഭാഷണ യമകിങ്കരപടലി. പേടിപ്പിച്ചോണ്ടാത്രേ വരിക ആ യമകിങ്കരന്മാര്. അവരെ കാണുമ്പോ ഭയന്ന് വിറയ്ക്കും. പക്ഷെ എവിടെ രാമനാമം പറയുന്നുണ്ടോ അവിടെ യമ ഭയമില്ല. അതുകൊണ്ടാണ് തർജനം യമതു. വന്നാ നോക്കിക്കോ എന്ന് പറയുക ഈ രാമനാമം. അതുകൊണ്ടാണ് രാമനാമത്തിന് ഇത്രയും പ്രത്യേകത. പിന്നെ ഇതൊക്കെയായി അതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നും ചെയ്യേണ്ടത്. അപ്പൊ പറഞ്ഞില്ലേ രാമ രാമേതി ഗർജനം, രാമ 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 എന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന്. അങ്ങനെയുള്ള ആ ഭഗവത് ചരിത്രം നമുക്ക് പറയാൻ സാധിക്കുക, അത് നമുക്ക് ദിവസവും കേൾക്കാൻ സാധിക്കുക. ഇപ്പോ മാരുതിയെ പറഞ്ഞ പോലെ കൃതപുണ്യപുഞ്ചഹാന്ന് മാരുതിയെ പറഞ്ഞു. നമ്മളൊക്കെ കൃതപുണ്യപുഞ്ചന്മാരാണ്. സൗഖ്യമായിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു ആ രാമസന്നിധിയിൽ. അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയത് തന്നെ പൂർവജന്മ സുകൃതം, അല്ലാതെ എന്ത് പറയാം. ഇവിടെ മാരുതി എങ്ങനെയാ വന്നത്? സമുദ്രലംഘനം ചെയ്തു, തടസ്സങ്ങളൊക്കെ അതിജീവിച്ചു. അവിടെ മൈനാകൻ പൊന്നി വന്നപ്പോൾ താഴ്ത്തിയപ്പോൾ മൈനാകൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന മലയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സുരസ, അത് കഴിഞ്ഞപ്പോൾ സിംഹിക എന്ന പേരായ ഛായാഗ്രാഹിണി. അതൊക്കെ കഴിഞ്ഞ് ലങ്കയിലേക്ക് എടുത്തു ചാടിയപ്പോൾ ലങ്കിണി. ആ ലങ്കാമാദേവിയെയും ലങ്കാലക്ഷ്മിയും നശിപ്പിച്ച് രാത്രി മുഴുവൻ ചുറ്റി നടന്നു, കണ്ടില്ല. അവസാനം ആ ഭഗവാന്റെ പാദപത്മത്തിൽ അങ്ങോട്ട് മനസ്സ് വെച്ചപ്പോ നമോസ്തു രാമായ സലക്ഷ്മണായ എന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോ അശോകവനികയിലെ ആ സീതാദേവിയെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ സീതാദേവിയെ കണ്ടിട്ട് എല്ലാ തരത്തിലും രാവണന്റെ ഭർസനം കണ്ടു. രാക്ഷസിമാരെന്തൊക്കെ പറയണത് അതൊക്കെ കേട്ടു. അതൊക്കെ കേട്ട് ഹനുമാൻ പോലും കിടുങ്ങിയത്രേ. അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ട് ആ ദേവി എപ്പോഴാണോ എന്താണ് തൂക്കിട്ട് മരിക്കാൻ തന്നെ തയ്യാറായി, ആത്മഹത്യക്ക് തയ്യാറായ സമയത്ത് രാമകഥ പാടി. ആ രാമകഥ മൃത്യുവിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. നമുക്കും മൃത്യുവിൽ നിന്ന് രക്ഷിക്കും, മരിക്കാതിരിക്കും എന്നല്ല അർത്ഥം. ഇനി ഒരിക്കൽ ജനിച്ചു മരിക്കേണ്ടി വരില്ല, അത്രയേ ഉള്ളൂ. ആ രാമനാമത്തിന്റെ പ്രത്യേകത എത്രയാണ്? എന്ത് വേണം അതിന്? ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, അത്ര തന്നെ പറയണം. വെറുതെ രാമ 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 പറഞ്ഞാൽ പോരാ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഒരു ദിവസം എത്ര പ്രാവശ്യം അത് പറഞ്ഞെത്തിക്കാൻ സാധിക്കുമോ അത്രയും അവന് മോക്ഷപ്രാപ്തിയാണ്. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മരണമില്ലാത്തൊരു സ്ഥിതി. മരണമില്ലാത്ത സ്ഥിതി വരണമെങ്കിൽ എന്ത് വേണം? ജനിക്കാണ്ടിരിക്കണം. അങ്ങനെ ജനിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിയെ വീണ്ടും ഈ ഭൂമണ്ഡലം കാണാനുള്ള ഇട വരാതിരിക്കാൻ ആ രാമമാണ് സാധിക്കുക.